സമയം രാവിലെ 8:30. ഞാനിങ്ങ് എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എനിക്കൊരു നല്ലൊരു പനിയൊക്കെ പനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഒന്ന് ഹെൽത്തൊന്നും ശരിയല്ലാത്തതുപോലെ തോന്നുന്നു. അപ്പോൾ കുറച്ച് കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനൊരു ചായ പതിവില്ലാത്ത ചായയാണ്. അതായത് ഈ ബെഡ് കോഫി പതിവില്ലാത്ത പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഇരുത്തം സ്ഥിരമായിട്ടുള്ളതാണ് കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വാതിൽ തുറന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം. ഇവിടുന്നായിരിക്കും ഞാൻ അധിക ദിവസങ്ങളിലും തലയിൽ വെളിച്ചെണ്ണ തേക്കുന്നത് കുളിക്കാൻ വേണ്ടിയിട്ട്. അമ്മയും ഉണ്ടാവും കൂടെ. കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറയും കേട്ടോ. അപ്പൊ ഇന്നിപ്പോ നമ്മളുടെ കൂടെ ഒരു കട്ടൻ ചായയുണ്ട്. അപ്പൊ എൻ്റെ വീട്ടിൽ രാവിലത്തെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതാ സ്ഥിരമായിട്ടുള്ള നെയ്സ് പത്തിരിയും കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ പിറകെ എൻ്റെ കുട്ടനും എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓനി അവിടെ ഇരുത്തി ഞാനും ഇരുന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ ചായ ഇതിൽ ഒരു കഷ്ണം ലഡുവും കൂടെ കാണാം. വായിക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഒരു കഷ്ണം ലഡു ഒക്കെ എടുത്തത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. അപ്പോൾ പിന്നെ ഞാൻ അമ്മേൻ്റെ റൂമൊക്കെ ഒന്ന് ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു അടുക്കി പെറുക്കലുണ്ടാവും കേട്ടോ. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതെനിക്ക് എല്ലാ പ്രാവശ്യവും സ്ഥിരമായിട്ടുണ്ടാകുന്ന പരിപാടിയാണ്. എന്നിട്ട് വേണം എനിക്ക് ഒന്നൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഇവർ വെച്ച സ്ഥലമൊന്നും എനിക്ക് പിടിക്കൂല. ഇവരിങ്ങനെ അവിടെ ഇവിടെ വെച്ചതൊക്കെ ഞാനെടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് എൻ്റെതായിട്ടുള്ള രീതിയിലെല്ലാം മാറ്റും. എന്നിട്ട് ഇവിടുത്തെ എന്തെങ്കിലും സാധനങ്ങൾ കാണാണ്ടാവും. അതിന് ഞാനും അമ്മയും അടിയാവും. അതാണ് സ്ഥിരമായിട്ട് നടക്കുന്ന പരിപാടി. അങ്ങനെ ഞാനിങ്ങനെ വൃത്തിയാക്കുന്നതിനിടയിൽ വസുത എന്തൊക്കെയോ എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടാത്ത കുറേ സാധനങ്ങൾ ഞാൻ ബാഗിലാക്കിയിട്ട് അമ്മേനോട് മേലെ കൊണ്ടുവച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ റൂമൊക്കെ ഞാനൊന്ന് മാറ്റി. അപ്പോൾ വസു അതിനിടയിൽ എന്തെല്ലോ കളിക്കുന്ന സാധനം എടുത്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം ഉണ്ടാവും ഇങ്ങനെ. 2 പിള്ളേർ ഉണ്ടായി കഴിഞ്ഞാൽ അറിയായിരിക്കുമല്ലോ. അപ്പോൾ സാൻവി ഇവിടെ വന്ന അന്നേരം മുതൽ മാങ്ങ ഉപ്പുമുളക് ഇട്ട് തിന്നാൻ തുടങ്ങിയതാണ്. അമ്മയാണെങ്കിൽ അവൾ പറയുന്നതിനനുസരിച്ചിട്ട് നിന്ന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പകുതി അടിച്ചു വാരിയിട്ട് ബാക്കി അമ്മ അടിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ ജോലും കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടല്ലേ, ഞാൻ വിചാരിച്ചൊരു മാങ്ങ ജ്യൂസ് അടിക്കുക എന്നുള്ളത്. പച്ച മാങ്ങ ജ്യൂസ് അടിക്കുകയാണ്. പച്ച മാങ്ങയിൽ പഞ്ചസാരയും ഉപ്പും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടൊന്ന് അടിച്ച് നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് അടിച്ച് ആദ്യം ഞാൻ നല്ല അടിപൊളി ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു കേട്ടോ. ദൈവമേ, ഒറ്റ നിപ്പിനാണ് കേട്ടോ ഞാൻ ആ ഗ്ലാസ് കുടിക്കുന്നത്. കാരണം അത്രയ്ക്ക് ക്ഷീണമുണ്ട്, അത്രയ്ക്ക് ചൂടുണ്ട് ഇവിടെ. അതിനുശേഷം അമ്മക്കും കൊടുത്തിട്ടുണ്ടായിരുന്നേ. അച്ഛൻ പണിക്ക് പോയിട്ടാണുള്ളത്. വസുവിന് കൊടുത്തപ്പോൾ വസുവിന് അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ടേക്ക് അത്ര പിടിച്ചില്ല. വസു അത് അവിടെ തന്നെ വെച്ച്. പിന്നെ ഞാൻ കുറച്ച് നേരം ശവാസനത്തിൽ പോയി കിടന്നു. അതായത് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടന്നു. അപ്പോഴത്തേക്ക് അമ്മ പാല് കാച്ചി തന്നിട്ടുണ്ടായിരുന്നു വസുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വസുവിന് പാലൊക്കെ കൊടുത്തു. സാൻവി അതിനിടയിൽ എന്തൊക്കെയോ പെറുക്കി പെറുക്കി തിന്നുന്നുണ്ട്. അവള് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊച്ചു ടിവിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്നോളും. അവിടെ നിന്ന് എണീക്കുന്നത് കുറവായിരിക്കും. അതിന് മുന്നിലേക്ക് ഇങ്ങനെ ഫുഡുകൾ എത്തിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ വരിക ഇവിടെ വരുമ്പോഴാണ് കൊച്ചു ടിവി, ഡോറ, ബാലവീറൊക്കെ കാണുന്നത്. കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വസുത പാല് കുടിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. ആകെയുള്ള ഓൻ്റെ ഭക്ഷണമാണത് പാല്. അങ്ങനെ ഞാൻ തണിച്ചു കൊടുത്ത് ഓൻ പാലൊക്കെ കുടിച്ച്. മാക്കൂല വീടിനെ സംബന്ധിച്ചിട്ട് ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. അവിടെ എന്നാലും നല്ലൊരു തണുപ്പുള്ളത് തോന്നും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടുള്ള പോലെ തോന്നുന്നുണ്ട്. വസുവിനൊക്കെ ആകെ ചൂട് പൊന്തിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ചൂടെടുത്ത് വേറെ തെലിക്കൊന്നല്ലാണ്ട് ചൂട് അങ്ങനെ പൊന്താറില്ല. വസുവിന്റെ ശരീരത്തിൽ ഇനിയൊരു ഭാഗവും ഇല്ല ചൂട് പൊന്താൻ വേണ്ടിയിട്ട്. സാൻവിക്കും അങ്ങനെ ചൂട് പൊന്തുന്നത് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് രാവിലെ. പക്ഷെ ഇങ്ങനെ വേർപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്തിനാ കുളിച്ചിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുളിക്കാന്നുള്ളൊരു ആശ്വാസം ഉണ്ടല്ലോ ഇങ്ങനെ വേർക്കുമ്പോൾ, വൈകുന്നേരം കുളിക്കാന്ന് വിചാരിച്ചാണ്. അപ്പോൾ വസുവിന് പാൽ കൊടുത്ത സമയത്ത് ഓന് ടി വിയിൽ എന്തോ വേണം. അതാണെങ്കിൽ സാൻവി മാറ്റി കൊടുക്കുന്നില്ല. പിന്നെ അമ്മയും ഞാനും പിള്ളേരും ഇങ്ങനെ ഇരുന്നിട്ട് ഓരോരുത്തർ ഫോൺ നോക്കുകയാണ്. അപ്പോഴത്തേക്കും ലാലോട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ലാലോട്ടൻ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ചാർജ് ഓഫായി. അപ്പം ശരി, വീണ്ടും കാണാം.